എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും റവയും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണിക്കോ ഒക്കെ ഇത് തയ്യാറാക്കി ഉപയോഗിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഈ മിക്സിയിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലാതെ തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, കൂടുതലൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ തൈരോട് ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്ത റവ ബ്രെഡ് മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 1 കപ്പ് വെള്ളം ടോട്ടൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫുൾ സവോള ചേർത്ത് കൊടുക്കുവാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഈ മാവ് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരല്പം നെയ്യ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ മതിയെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. സവോള, തക്കാളി, പച്ചമുളക് അതൊക്കെ ചേർത്തിട്ടുള്ളതാണ് നല്ല റൗണ്ടിൽ അങ്ങ് പരത്തിയെടുക്കാനായിട്ട് പറ്റാത്തത്. പക്ഷെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മുകളിൽ ഒരല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാത്രം എടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാവുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് മൊരിച്ചെടുക്കാം. ഇത്രയും മൊരിച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുള്ളാക്കി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കാണാൻ ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടും ഈ മിക്സ് തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ ചൂടോടെ കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.